ഹലോ, ഞാൻ റഹീന റഹി. ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത് വളരെ ഒരു വിഷമമുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, എന്നെക്കുറിച്ച് ഒരു ബ്രോ എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോ എടുത്തിട്ട് വളരെ മോശമാക്കിയിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് റഹീന റഹി എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. ഇതിലാണ് ഞാൻ എൻ്റെ വീഡിയോസ് റീൽസൊക്കെ അപ്ലോഡ് ചെയ്യൽ. ഇതിലിപ്പോൾ എൻ്റെ കുട്ടികളെ വീഡിയോസ്, എൻ്റെ സോങ്സ്, റീൽസ്, കോമഡി ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ റീൽസ് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് കമൻസിന് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളതുണ്ട് കേട്ടോ. ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു ബാഡ് കമൻറ്റിന് ഞാൻ റിയാക്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇന്നെ വളരെ മോശമാക്കിയിട്ട്, അതായത് സമൂഹത്തിൻ്റെ മുന്നിലൊക്കെ ഞാൻ വളരെ മോശക്കാരിയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു ബ്രോ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ അടുത്ത് വേറെ ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക, സൗണ്ട് കുറക്കുക. അതായത് പബ്ലിക് ആയിട്ടുള്ള ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങളടുത്ത് ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? പബ്ലിക് ആയിട്ടുള്ള ഒരു യൂട്യൂബ്, എല്ലാവരുടെ ഫോണിലും യൂട്യൂബ് ഉള്ളിടത്ത് ഇത് വീട്ടുകാരോടാണോ ഇയാൾ യൂട്യൂബിൽ വന്നിട്ട് പറയണത് ആരുമില്ല എന്ന് ഉറപ്പ് വരുത്താൻ? എല്ലാവരും കേൾക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അപ്പോൾ അത് അത് ആ വീഡിയോ കാണാതെ പോണ ആളുകളും കൂടി കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇയാള് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. വിളിച്ചു പറയുന്നത്, ഹായ് എവരിവൺ, ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതായത് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് കേട്ടോ ഇയാൾ പറയുന്നത്. അതാ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു കാരണം അതാണ്. നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയണം ഈ ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റാത്ത എന്താണ് അതിലുള്ളത് എന്ന്. ഇന്ന് രാവിലെ എനിക്ക് ഒരു താത്ത കുറച്ച് മെസ്സേജ് അയച്ച് പറയുകയാണ്. അതായത് 4-5 വീഡിയോസ് എനിക്ക് അയച്ചതെന്ന് പറയുന്നു, മോനെ ഇതിനൊന്ന് നീ റിയാക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റൂല, ഇത്തരത്തിൽ വൃത്തികെട്ട വീഡിയോ ഞാൻ ഇടൂല എന്ന് പറയുമ്പോൾ താത്ത പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറയുന്നു. അത് പൊട്ടിക്കരഞ്ഞു. അത് താത്ത എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട്, വേറെ കുറെ ആളുകളുടെ വീഡിയോസ് ഉണ്ട്, കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞിട്ടാണ് അത്ര ഇയാൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഒരു താത്ത എവിടുന്നോ വന്നിട്ട് ഒരാളെ വീഡിയോ എടുത്തിട്ടിട്ട് പൊട്ടിക്കരഞ്ഞാൽ മതി, എല്ലാവരും ഒന്ന് ഇയാളെ ശ്രദ്ധിച്ചോളൂ, ഇയാളെ അടുത്ത് പോയിട്ടൊന്ന് പൊട്ടിക്കരഞ്ഞാൽ മതി, ഇയാൾ എന്തും ചെയ്തോളൂ. അതായത് ആരെ വേണമെങ്കിലും എന്തും പറയാൻ ഇയാൾ റെഡിയാണ്. ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ മാത്രം മതി. മനസ്സിലായില്ലേ? ഏതോ ഒരു താത്ത എൻ്റെ വീഡിയോ എടുത്തിട്ട് ഇയാളോട് പൊട്ടിക്കരഞ്ഞത്രേ, വീഡിയോ ചെയ്യണം മോനെ എന്ന് പറഞ്ഞിട്ട്. ആ പൊട്ടിക്കരഞ്ഞാൽ പിന്നെ ഇയാൾ പിന്നെ ഒന്നും നോക്കൂല, ഒറ്റ വീഡിയോ ഇടലാണ് പിന്നെ. അതായത് എന്റെ മക്കളൊക്കെ ഇത് കണ്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നു, ഇത് സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കും, മോനൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് റിയാക്ട് ചെയ്യണം, ഇങ്ങനെ വൃത്തികെട്ട വീഡിയോസ് ഇടരുത് എന്ന് മോൻ പറയണമെന്ന്. അതായത് ഇന്ത്യയൊക്കെ വീഡിയോ കണ്ടിട്ട് അവരുടെ മക്കളൊക്കെ അതുപോലെ ചെയ്യുന്നു, അതുപോലെ റീൽസ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം കൊടുക്കണ്ട. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ താത്ത കുട്ടികളൊക്കെ ഖുറാനോത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റഗ്രാം കൊടുക്കരുത്. അതിൽ റീൽസ് ചെയ്യണവരും വീഡിയോസ് ചെയ്യണവരാണ് അതിലുണ്ടാവുക. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, നമുക്ക് നമ്മുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനും, അഭിപ്രായങ്ങൾ പറയാനും, സമൂഹത്തിലുള്ള ന്യൂസൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടാനും, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, പാട്ട് പാടാൻ കഴിവുള്ളവർ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കാൻ കഴിവുള്ളവർ ഡാൻസ് കളിക്കുന്നു, ഇതുപോലുള്ള റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊച്ചു സന്തോഷങ്ങളാണ് അതിലുണ്ടാവുക. അല്ലാതെ താത്ത ഇതിൽ ഖുറാനോത്തായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. ഈ ബ്രോ അതൊന്നും പറഞ്ഞ് ഈ താത്താക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല തോന്നുന്നുണ്ടല്ലോ. ഇത്രയും വിവരമുള്ള ഒരാൾ, ഇത്രയും വീഡിയോ ചെയ്യാൻ ബുദ്ധിയുള്ള ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുത്തൂടെ? താത്ത, ഇത് ഇൻസ്റ്റഗ്രാം ആണ്, ഇത് ഫേസ്ബുക്കാണ്, ഇതിലൊരുപാട് പിന്നെ നല്ല വീഡിയോസ്, മോശം വീഡിയോസ് ഉണ്ടാകും. പിന്നെ ഞാൻ ഒരിക്കലും ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അത് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പാട്ട് പാടുക, റീൽസ് ചെയ്യുക. എനിക്ക് വന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, എൻ്റെ ചൂണ്ട എനിക്ക് കടിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞത്. അത് ഒരു വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ് എനിക്ക് കമൻ്റ് ഇട്ടത്. അപ്പോൾ അതിനെ ഞാൻ തമാശ രൂപേണ നിങ്ങളെ ചൂണ്ട നിങ്ങൾ തന്നെ കടിച്ചോളിട്ടോ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ചിരിച്ചുകൊണ്ടൊന്ന് റിയാക്ട് ചെയ്തതാണ്. അതായത് അയാളെ സമൂഹം കാണട്ടെ, ഇനി അയാൾ അതുപോലെയുള്ള കമൻ്റ് ഇടാതെക്കട്ടെ. ഞാൻ ഈ ബ്ലോക്ക് ചെയ്താലും അയാൾ എന്ത് ചെയ്യും, വേറൊരു സ്ത്രീൻ്റെ വീഡിയോസ് പോയിട്ട് ഇതുപോലെ കമൻ്റ് ഇടും. ആ ഒരു കമൻ്റ് ഇടൽ അയാൾ ഇനി ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അതിൽ ഞാൻ സക്സസ് ആയിട്ടുണ്ട്, എൻ്റെ ഉദ്ദേശം റെഡിയാണ്. പിന്നെ ഒരിക്കലും അയാൾ അതുപോലത്തെ ഒരു കമൻ്റ് ഇട്ടിട്ട് എൻ്റെ വീഡിയോസിൽ വന്നിട്ടേ ഇല്ല.
മനസ്സിലായില്ലേ? അല്ലാതെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു സ്ത്രീക്കെതിരെ ഒരു ബാഡായിട്ടുള്ള ഇത് മീഡിയയിലായാലും സമൂഹത്തിലായാലും എവിടുന്നായാലും നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ അത് റിയാക്ട് ചെയ്യണ്ടേ? സന്തോഷമുള്ള കാര്യമാണ് ഇയാൾക്ക് ഇത് തോന്നുന്നുണ്ട്. ഇയാളെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ മീഡിയ ബാഡായിട്ടുള്ള എന്തെങ്കിലും കമന്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ ബാഡായിട്ട് ആളുകൾ എന്തെങ്കിലും ചെയ്താൽ ഇയാൾ റിയാക്ട് ചെയ്യൂല തോന്നിട്ട് അതൊക്കെ നീ അനുഭവിക്കണം. നീ ഒരു ഭാഗത്ത് ഇരിക്കണം, അല്ലെങ്കിൽ കരഞ്ഞൊരു ഭാഗത്ത് ഇരിക്കുക, അല്ലെങ്കിൽ ഈ ചിരിച്ച് തള്ള അതിനൊക്കെ, അങ്ങനെയാണ് ഇയാൾ പറയണത് തോന്നുന്നുണ്ട്. റിയാക്ട് ചെയ്യും, വിഷമമുള്ള ആളുകൾ റിയാക്ട് ചെയ്യും. അല്ലാതെ ഇത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റീച്ച് ആവും, ഈ ഒരു വീഡിയോ റീച്ച് ആകുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എന്നോട് ഇൻസ്റ്റഗ്രാം മുൻകൂട്ടി പറഞ്ഞിട്ടില്ല ഇത് റീച്ച് ആവട്ടോന്ന്. അപ്പോ ഈ ഒരു വീഡിയോ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കോണ്ടന്റ് എടുത്തു വന്നത്. താത്ത പറയുന്ന കാര്യം ആദ്യം ഞാനിവിടെ ഈ താത്ത പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് കുറെ ചാറ്റും കാര്യങ്ങളൊക്കെ ഇയാൾ ഇങ്ങനെ ഇതാക്കിയിട്ടിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് ഇയാൾ പറയുന്നത് ഇതാണ് കേട്ടോ. എന്താന്ന് വെച്ചാ ചെയ്തോളിട്ടോ. അല്ലടി, അതിനെ റിയാക്ട് ചെയ്യാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞു? ആ പയ്യൻ കമന്റ് ഇട്ട് നിന്നോട്, ആ പയ്യനെ ഞാൻ പറയുന്നില്ല, അങ്ങനെ കമന്റ് ഇടാനേ പാടില്ല. ഓക്കെ, അത് ഏറ്റവും വലിയ വൃത്തികേടാണ്. ഈ കമന്റ് ചെയ്യുന്ന ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആരായാലും, അതായത് അത് ഏറ്റവും വലിയ വൃത്തികെട്ട കമന്റ് ആണ്, ഏറ്റവും വൃത്തികേടാണ്. അതിന് റിയാക്ട് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു? ആരാടി പറഞ്ഞത് എന്നൊക്കെയാണ് ഇയാൾ ചോദിക്കുന്നത്. എനിക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഇയാളോട് ചോദിച്ചിട്ട് വേണോ റിയാക്ട് ചെയ്യാൻ? ഞാൻ റിയാക്ട് ചെയ്യട്ടെ ബ്രോ, ഞാൻ ഇങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, അതാണോ? എനിക്ക് എൻ്റെതായ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? എനിക്ക് റിയാക്ട് ചെയ്യാനുള്ള അവകാശമില്ലേ? ഞാൻ എന്നെ മോശമായിട്ടുള്ള കമന്റ് ഇട്ടിട്ടല്ല, എനിക്കാണ് മോശം കമന്റ് വന്നത്, അതിനാണ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അത് ഈ കുട്ടികൾ, ഈ കാണുന്ന കുട്ടികൾ, ന്യൂ ജനറേഷൻ ആയിട്ടുള്ള കുട്ടികൾക്ക് മനസ്സിലാവില്ലേ ഇത് ഈ ഓപ്പോസിറ്റ് നിൽക്കണ ഈ ആളെ കമന്റ് ആണ് ഇത് എന്നുള്ളത്? ഞാൻ എഴുതിയ കമന്റ് അല്ല ഇതെന്ന്. എന്നോടാണ് ആളുകൾ മോശമായതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തിന് നിങ്ങൾ ഇതിനെ റിയാക്ട് ചെയ്യുന്നു? എന്തിന് റിയാക്ട് ചെയ്യുന്നു? നമുക്ക് വളരെ വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. ഇനിയിപ്പോൾ പുറത്തൊന്ന് പോകുന്നു, നമ്മളോട് ആരെങ്കിലും ബാഡായിട്ട് കമന്റ് അടിച്ച് നമ്മൾക്ക് ഒന്നും റിയാക്റ്റും ചെയ്യാതെ വീട്ടിൽ വന്നാൽ ഏത് സ്ത്രീകൾക്കായാലും ഏത് നല്ല സ്ത്രീകൾക്കായാലും അത് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അയ്യോ, റിയാക്ട് ചെയ്യാൻ പഠിച്ചവനെ കഴിഞ്ഞില്ലല്ലോ, അല്ലാ എനിക്ക് ഭയങ്കര വിഷമമായി ആ ഒരു ബ്രോ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര സങ്കടമായി. റിയാക്ട് ചെയ്യാഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഉറക്കം കിട്ടൂല, ഏതൊരു നല്ല ആളുകൾ. പിന്നെ ഇവർക്കൊക്കെ ഇത് റിയാക്ട് ചെയ്യാതെ വളരെ സന്തോഷമാണ് തോന്നുന്നുണ്ട്. ഈ ഇതുപോലെയുള്ള കമന്റും ഇതുപോലെ കമന്റ് ഇയാളൊക്കെ ചിലപ്പോൾ അങ്ങനെ കമന്റ് അടിക്കുന്ന ആളായിരിക്കും. ഇങ്ങനെ അതായത് സില്ലിയാക്കി എടുക്കുന്ന കാര്യമായിരിക്കും. പെണ്ണുങ്ങളെ കമന്റ് അടിക്കുന്നത് ഒരു പ്രശ്നമില്ല എന്നുള്ള ചിന്തിക്കുന്ന ആളായിരിക്കും. അല്ലാതെ ഇതിന് റിയാക്ട് ചെയ്ത സ്ത്രീകൾ എന്തിന് ഇതുപോലെ തേജോവധം ചെയ്യണം? നാളെ ഈ കമന്റ് ഇട്ട ആളുകൾ ഇത് കാണുമ്പോൾ ഈ കമന്റ് ഇടുന്ന ആളുകൾ ഇതെങ്ങനെ നിർത്തും? വീണ്ടും വീണ്ടും കമന്റ് ഇടല്ലേ ചെയ്യാം. അവരെ പ്രോത്സാഹിപ്പിക്കല്ലേ ഇയാൾ ചെയ്യുന്നത്. റിയാക്ട് ചെയ്ത സ്ത്രീകളെയൊക്കെ മോശമാക്കി കാണിച്ചിട്ട് ഈ കമന്റ് ഇടുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യല്ലേ ഇയാൾ ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് വരുന്ന കമന്റ് ആയിരക്കണക്കിന് കമന്റ് ആണ് വരുന്നത്. എന്തുകൊണ്ട് നല്ല കമന്റിനെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ല? നല്ല കമന്റിന് റിയാക്ട് ചെയ്തണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാനായിരുന്നു. ബാക്കിയുള്ള ഒരു വീഡിയോസ് കാണാതെ നിന്നിട്ടുണ്ടാവില്ലല്ലോ. അതായത് എൻ്റെ ഒരു വീഡിയോ വൈറലായി എന്ന് കണ്ടപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ ഇട്ടതാണ്. കാരണം അതെടുത്തിട്ടാൽ യൂട്യൂബിൽ നല്ല വ്യൂസ് വരും എന്ന് വിചാരിച്ചിട്ട്. അല്ലാതെ ബാക്കിയുള്ള എൻ്റെ റീൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ കുറിച്ചിട്ട് ഇത്രയും മോശമാക്കിയിട്ട് നിങ്ങൾ ചിത്രീകരിക്കൂല. അല്ലെങ്കിൽ നിങ്ങൾ ആ താത്താനെ എൻ്റെ അടുത്ത് കൊണ്ടുവരി. നിങ്ങളുടെ ഒരു കോൺടാക്ട് നമ്പർ നിങ്ങൾ യൂട്യൂബിൽ കൊടുത്തിട്ടില്ല. ഒരു നല്ലൊരു ഇൻസ്റ്റഗ്രാം ID നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ഒരു ID പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. അത് നിങ്ങൾക്കറിയാം. ഇത് ഞാൻ ചെയ്യുന്നത് വളരെ മോശമാണ്. ഈ എൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ മോശമാണ്. കോണ്ടാക്ട് ചെയ്ത് വരും ആളുകൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണോണ്ടാണ്. എത്ര വീഡിയോസ് മോശമായിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലുണ്ട്. എന്തേ ഇയാൾ അതൊന്നും റിയാക്ട് ചെയ്യാഞ്ഞത്? കാണാഞ്ഞിട്ടാ? മില്യൺ കണക്കിന് വ്യൂസും ലക്ഷക്കണക്കിന് ലൈക്കും കിട്ടിയ എത്ര മോശം വീഡിയോസ് ഉണ്ട്. അതൊന്നും ഇയാൾ കണ്ടിട്ടില്ലേ ഇത്ര കാലമായിട്ട്? താത്ത എന്തേ ഇതൊന്നും കണ്ടില്ലേ? പൊട്ടിക്കരയാന് താത്താന്റെ പൊട്ടിക്കരച്ചിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നും നാളെ ഒന്നും അവസാനിക്കൂലല്ലോ ഈ ഇൻസ്റ്റഗ്രാമിലുള്ളിടത്തോളം കാലം. താത്തി മോനും കുറെ കരയേണ്ടി വരുമല്ലോ.
എന്തുകൊണ്ട് വൃത്തികെട്ട കമന്റ് മാത്രം നിങ്ങൾ തേടി പിടിച്ച് റിയാക്ട് ചെയ്യുന്നു? ഇതാണ് എന്റെ ചോദ്യം. അതിനുത്തരം ഞങ്ങൾ വൃത്തികേട് പറഞ്ഞിട്ട് 4 ആളിലേക്ക് ഞങ്ങൾ എത്തും. അങ്ങനെ ഞങ്ങൾ വൈറലായി കഴിഞ്ഞാൽ, അതായത് ഞങ്ങൾ തന്നെ വൃത്തികെട്ട കമന്റ് ഇട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് വൈറലാവാൻ പോയതാണ്. നമ്മൾ അവർക്ക് ക്യാഷ് ഒക്കെ കൊടുത്ത് ഏൽപ്പിച്ചതേനി, നിങ്ങൾ ഇങ്ങനത്തെ വൃത്തികെട്ട കമന്റ് ഇടണം കേട്ടോ, ഞാൻ എന്നിട്ടൊന്ന് വൈറലാവട്ടെ എന്ന്. എന്താണ് ഇയാൾ പറയുന്നത്? എന്തടിസ്ഥാനാണ് ഇയാൾ ഈ സംസാരത്തിലുള്ളത്? ഈ വൈറലൊക്കെ എന്തിനാണ്? ഈ ലോകത്ത് ഞാനടക്കമുള്ള നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം മരിക്കും, അത് ഉറപ്പാണ്. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ പബ്ലിഷ് ഞാൻ ചെയ്യുമോ എന്ന് എനിക്കടക്കം ഡൗട്ടാണ്. കാരണം മരണം അങ്ങനെയാണ്, ഏത് നിമിഷം വേണമെങ്കിലും നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പറയണം അവൻ നല്ല ഒരാളാണ്. ഇപ്പൊ നിങ്ങളൊക്കെ മരിച്ചു, അതായത് ഇയാള് വളരെ നല്ലവനാണെന്ന് പറയൂട്ടോ. കാരണം എന്താ വെച്ചാല് ഒരു പരിചയമില്ലാത്ത, എന്നെ കുറിച്ചിട്ട് ഒരു അറിവില്ലാത്ത ഒരാള് എൻ്റെ ഒരു വീഡിയോ ഒരു കമന്റിന് റിയാക്ട് ചെയ്തെന്നും പറഞ്ഞിട്ട് അതെടുത്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് പബ്ലിക്കായിട്ട് വളരെ മോശമാക്കിയിട്ട് ചിത്രീകരിച്ച ഇയാൾ വളരെ നല്ലൊരാളാണ് കേട്ടോ. ഇയാൾക്ക് മരിച്ചു പോകണമെന്ന് നല്ല ബോധമുള്ള ഒരാളാണ് ഇയാൾ. മരണത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് അത്രയും ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പം ഒരു വിവരമില്ലാത്ത, ഇതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടത്. ഒരു കമന്റിന്, അതായത് ഒരു ബാഡ് കമന്റ് ഇട്ട ആളെ ആ ഒരു നമ്മളത് റിയാക്ട് ചെയ്യാനുള്ള ആ ഒരു എന്തായിരിക്കും കാരണം, ഒന്നെങ്കിൽ ഇയാൾക്ക് എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഇതിന് കമന്റിന് റിയാക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ അതിനുള്ള മറുപടി കൊടുക്കും. അതുപോലെ ചെയ്യാതെ അത് വേഗം ലോഡ് ചെയ്തിട്ട്, കാരണം ഇത് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വേഗം വീഡിയോ ഇട്ടാൽ ഇതൊരു കണ്ടന്റായി കിട്ടി, എനിക്ക് ഭയങ്കര പബ്ലിക് ആവാനായി, എന്നിട്ട് ഇയാൾ ലാസ്റ്റ് പറയണത് മരണത്തെ കുറിച്ചിട്ടൊക്കെ പറയണത്. ഇങ്ങനെ ഓരോ ആൾക്കാർ, അല്ലെങ്കിൽ ഈ വീഡിയോയിലുള്ള കമന്റിന് റിയാക്ട് ചെയ്ത ഓരോ സ്ത്രീകളും, ഞാൻ അടക്കമുള്ളവർ, അവരിഷ്ടമാണ് റിയാക്ട് ചെയ്യേണ്ടത്, അത് അവർക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇയാൾക്ക് ഇതിൽ എന്തെങ്കിലും കാര്യം ഈ ഒരു മോശമായിട്ടുള്ളത് വന്നിട്ടുണ്ടോ? സമൂഹത്തിന് എന്ത്? ഈ സമൂഹത്തിലുള്ള എല്ലാവരും ബാഡ് കമന്റ് ഇടണവരെയും കാണണ്ടേ, എല്ലാരും കാണണ്ടേ, എല്ലാ കുട്ടികൾക്കും എല്ലാം അറിയാം. ഒരു ബുദ്ധി വിവരമില്ലാത്ത ആൾക്കാരാണോ ന്യൂ ജനറേഷൻ എന്ന് പറയണത്? എന്ത് പറയും, അവര് തള്ള പോയത് നന്നായിനെ പറയൂടെ. കാരണം നമ്മുടെ നിലവിലുള്ള ന്യൂ ജനറേഷൻ പിള്ളേരെ വെടക്കാക്കുന്നത് നിങ്ങളല്ലേ. അതായത് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ വടക്കാവണതെന്നാണ് കേട്ടോ ഇയാൾ പറയുന്നത്. എങ്ങനെ കുട്ടികൾ, ഞാനൊക്കെ മരിച്ചു പോയാൽ എൻ്റെ കുട്ടികൾ വരെ എന്നെ ഭയങ്കര വൃത്തികേടായിട്ടാണ് കാണുക എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഒരു റിയാക്ട് ചെയ്തൊരു വീഡിയോ കണ്ടിട്ടാണ് എൻ്റെ കുട്ടികളൊക്കെ എന്നെ ഇപ്പോൾ ഇനി വിലയിരുത്താൻ പോണത്. ഇയാൾക്ക് എന്ത് ഉദ്ദേശത്തിലാണ് എൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് വന്നിട്ട് വളരെ മോശമാക്കിയിട്ടത് എന്നുള്ളതിൻ്റെ കാരണം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് നിങ്ങളെല്ലാവരും ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. എന്താണ് ഇയാൾ എന്നെ കുറിച്ചിട്ട് ഇത്രയും മോശമാക്കിയിടാൻ എന്ത് ചെയ്തിട്ടാണ് എന്നുള്ളത്. ഒരു മോശം കാര്യം ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിന് റിയാക്ട് ചെയ്താൽ തന്നെയാണ് നാളെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതെ നിൽക്കുള്ളൂ. അല്ലാതെ അതിനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ പേടിച്ച് മാറിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം, അല്ലെങ്കിൽ പുഞ്ചിരിച്ച് തള്ളണം, അങ്ങനെയൊന്നുമില്ല. പിന്നെ 24 മണിക്കൂർ ഞാൻ ഇടുന്ന വീഡിയോസ് മുഴുവൻ ഇതുപോലെ വൃത്തികെട്ട വീഡിയോസ് ആണെന്നാണ് ഇയാൾ പറഞ്ഞത്. ഞാൻ ഇതിങ്ങനെ റിയാക്ട്, നിങ്ങൾ എൻ്റെ റഹീന എന്നുള്ള ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം ഞാൻ എത്ര വൃത്തികെട്ട കമന്റിന് റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒരു കമന്റിന്, അതും തമാശ രൂപേണ ഇട്ടത്, അത് വൈറലായതാണ്. ഏതായാലും ബ്രോ, ഏതോ ഒരു താത്ത പൊട്ടിക്കരഞ്ഞെന്ന് പറഞ്ഞ് നാളെ ഇനി എന്നെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അതിനും നിങ്ങൾ റെഡിയാകുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നിങ്ങളെ സ്വഭാവം അതാണ്. ഒരാളെ സ്വഭാവം എന്താണ്, ഒരാളെ ജീവിതം എന്താണെന്ന് അറിയാതെ അയാളെ കുറിച്ചിട്ട് ഒരു താത്ത പൊട്ടിക്കരഞ്ഞു, ഇയാൾ എന്തും ചെയ്യും തോന്നുന്നുണ്ട്. താത്ത പൊട്ടിക്കരഞ്ഞാൽ, ഒരു താത്ത പൊട്ടിക്കരഞ്ഞു എന്നും പറഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുത്തിട്ട് വളരെ മോശമാക്കി. ഈ ചെയ്തത് ഇനി മേലാൽ നിങ്ങൾ ആര് വീഡിയോ എടുത്തിട്ടും ഇതുപോലെ ചെയ്യാതിരിക്കട്ടെ, അതിന് കഴിയാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഇനി ഒരിക്കലും ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾ ചെയ്യരുത്. കാരണം ഇതൊന്നും നല്ലൊരു കാര്യമില്ലത്. നമുക്ക് വന്ന ബാഡ് കമന്റിനാണ് ഇടോ റിയാക്ട് ചെയ്തത്, അല്ലാതെ നമ്മൾ കമന്റ് ഇട്ടതല്ല, അല്ലെങ്കിൽ നമ്മൾ ആരെയും മോശം അങ്ങോട്ട് പോയി പറഞ്ഞതല്ല. അതെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണ്ടേ? നിങ്ങൾ ഈ വീഡിയോ ഇടുമ്പോൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണ്ടേ നിങ്ങൾ ചെയ്യുന്നത് എത്രത്തോളം തെറ്റാണ്. ഈ റിയാക്ട് ചെയ്തത് അവരുടെ മനസ്സിൻ്റെ അവസ്ഥ കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? ബാക്കിയുള്ള വീഡിയോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയില്ലേ? ഏതായാലും നിങ്ങൾ ഇതുപോലെയുള്ള വീഡിയോ എനിക്കെതിരെ ചെയ്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്.
എന്നോട് ഒരുപാട് പേര് കേസും കാര്യങ്ങളും കൊടുക്കാൻ പറഞ്ഞിട്ടും ഞാൻ അതിലേക്കൊന്നും പോയി ഇനി എനിക്ക് സമയം കളയാനും വയ്യ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ഇതുപോലെ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഒരു മിനിമം ഒരു 60% ഒരാളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യണം. അല്ലാതെ ഏതോ ഒരു കമൻറ്റും ഏതോ ഒരു റിയാക്റ്റും വീഡിയോ എടുത്തിട്ട് ദയവ് ചെയ്ത് ഇതുപോലെ തേജോവധം ചെയ്യരുതാരി. നിങ്ങൾ മരിച്ചു പോകണമെന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാതെ നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത നല്ല കണ്ടന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളി. എന്തിനാണ് മറ്റുള്ളവരെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് അതിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് എന്താണ് അതിൽ നിന്ന് കിട്ടാനുള്ളത്? ആ ഭക്ഷണം നിങ്ങൾക്ക് എങ്ങനെ റെഡിയാവും? ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ എന്നെ ദ്രോഹിക്കണം അല്ലെങ്കിൽ എന്നെ മോശമാക്കി കാണിക്കണം എന്നുള്ളത് നിങ്ങളെ കൂടെ വിധിയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നിങ്ങളെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ആളുകളെ ഉസ്താദുമാരെ ഒരുപാട് ആളുകളെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള വീഡിയോസേ ഉള്ളൂ, നല്ല വീഡിയോസ് കാണാൻ കഴിയണില്ല. അപ്പം ഇതേപോലെ നിരപരാധികളായിട്ടുള്ള അല്ലെങ്കിൽ ഒരാളെ കുറിച്ചിട്ട് എന്താന്ന് പോലും അറിയാതെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കണം, ഒരാളെ മോശമായിട്ട് കാണിച്ചിട്ട് തന്നെ വരുമാനം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടില്ല, നല്ലൊരു ഇൻസ്റ്റഗ്രാം ID നിങ്ങൾ കൊടുത്തിട്ടില്ല, എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ എനിക്കിനി കണ്ടെത്താൻ പോലും പറ്റിയിട്ടില്ല എങ്കിലും നിങ്ങൾ ഈ ചെയ്തതിനുള്ള ഫലം ഇൻഷാ അല്ലാഹ് ഒരു തടസ്സം കൂടാതെ നിങ്ങളിലേക്ക് അത് എത്തന്നെ ചെയ്യും. യാതൊരു സംശയവും അതിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.